എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഷോർട്ട് ലിസ്റ്റൊക്കെ എല്ലായിടത്തും വന്നു കഴിഞ്ഞു. ചില ജില്ലകളിലായിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് പ്രൊഫൈലിൽ വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഞാനിവിടെ വായിക്കുന്നത്. ഇൻ്റർവ്യൂവിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൽ പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇൻ്റർവ്യൂവിന് സാധ്യത എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കി നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. LP അധ്യാപക നിയമനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇത്തവണ 12,082 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. UPST ചുരുക്കപ്പട്ടികയിൽ 9,033 പേരാണ് ഉള്ളത്. രണ്ട് വിഭാഗത്തിലും ആകെ എണ്ണത്തിൽ ഇത്തവണ കുറവുണ്ട്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. ഓക്കെ, അടുത്തതോ, ചില ജില്ലകളിൽ LP-UP വ്യത്യാസമില്ലാതെ ഉദ്യോഗാർത്ഥികൾ കൂടുതലുണ്ടെങ്കിലും പൊതുവിൽ ചെറിയ പട്ടികകളാണ് പ്രസിദ്ധീകരിച്ചത്. എന്തൊക്കെയാ കാരണം? നിയമനങ്ങൾ കുറഞ്ഞതും അതേപോലെ തസ്തിക നിർണയ നടപടികൾ വൈകുന്നതുമാണ് ഈ ഒരു പട്ടിക ചുരുക്കാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. രേഖാ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അഭിമുഖം നടത്തുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അഭിമുഖം നടക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പോഴാണ് നടക്കുക എന്ന് പറയുന്നില്ല കേട്ടോ. ആ ഒരു ടൈമിലേക്കായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇതിൽ പറയുന്നത്. നിലവിലുള്ള UP റാങ്ക് പട്ടികയ്ക്ക് 2025 ഒക്ടോബർ വരെ കാലാവധി ഉണ്ട്. അതിനുശേഷം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും. LPക്കാണെങ്കിലോ റാങ്ക് പട്ടികയ്ക്ക് 2025 മെയ് വരെയാണ് കാലാവധി പറയുന്നത്. ഇനി അതിനുശേഷം പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരും. LPയിലും UPയിലും ഏറ്റവും വലിയ റാങ്ക് പട്ടിക മലപ്പുറം ജില്ലയുടേതാണ്. LPയിൽ ഇവിടെ 3066 പേരും UPയിൽ 1330 പേരുമാണ് ഉള്ളത്. 301 പേരുള്ള ഇടുക്കിയുടെ ചുരുക്കപ്പട്ടികയാണ് LP വിഭാഗത്തിൽ ഏറ്റവും ചെറുത്. UPയിലാകട്ടെ 228 പേരുള്ള പത്തനംതിട്ടയും. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമേ ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് പുനഃപരിശോധനയ്ക്കും ഉത്തരക്കടലാസ് പകർപ്പിനും അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമല്ലോ, അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ മാർക്കും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അതിനുശേഷമായിരിക്കും മാർക്ക് പുനഃപരിശോധനയ്ക്കും അതേപോലെ ഉത്തരക്കടലാസ് പകർപ്പിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, LP ആൻഡ് UP അധ്യാപക ചുരുക്ക പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് മാർക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം UPയുടെ എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ എഴുതിയത് കോഴിക്കോട് ജില്ലയിലാണ്, 66.33 ആണ്. അത് തന്നെയാണ് മലപ്പുറം ജില്ലയിലെയും കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, ചില ജില്ലകളിൽ വളരെ കുറവാണ്, 55.33 ഒക്കെ ഉണ്ട് പത്തനംതിട്ടയിൽ കേട്ടോ. ഇനി LP സ്കൂളിലാണെങ്കിലോ 41, 39, 42, 38 ഒക്കെ വന്നിട്ടുണ്ട്. 38 വന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു പട്ടികയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാവുന്നതാണ്, ഏതൊക്കെ ജില്ലയിൽ എങ്ങനെയൊക്കെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്നൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അഭിമുഖം ഇവർ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്നാണ് സാധ്യത പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. ഇൻ്റർവ്യൂവിന് വേണ്ട ക്ലാസ്സുകൾ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. SCRT ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ സയൻസ് ഇന്നത്തോടു കൂടി തീരും. പുതിയ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. ഇനി സോഷ്യലാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്.